السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് സഹോദരങ്ങളുടെ ജോലി സംബന്ധമായി ദുആ ചെയ്യണമെന്ന് വസിയ്യത്തുണ്ട്. അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്തുണ്ട്. കടത്തിലകപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം വസ്തു കച്ചവടം നടക്കാനും വേണ്ടി വസ്തുവിൻ്റെ കച്ചവടം നടക്കുന്നില്ല, അത് നടക്കണമെന്നുള്ള നിയ്യത്തോടുകൂടി ഈ മജ്ലിസിലേക്ക് ദുആ ചെയ്യണമെന്ന് വസിയ്യത്തുണ്ട്. അതുപോലെ രോഗിയായ രണ്ട് സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്തുണ്ട്. അതുപോലെ പഠന വൈകല്യമുള്ള ഒരു സഹോദരി, ആ സഹോദരിയുടെ മുതുകിനൊരു മുഴയുണ്ട്, ഇപ്പോൾ കണ്ടുപിടിച്ചു. ആ മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ പഠന വൈകല്യവും ബുദ്ധി സ്ഥിരതയുമില്ലാത്ത ഈ സഹോദരിയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അത് പൂർണ്ണമായി ഓപ്പറേഷൻ ഇല്ലാതാവണമെന്നുള്ള വസിയ്യത്താണ്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. കാര്യം നമുക്കറിയാം, ബുദ്ധി സ്ഥിരതയില്ലാത്ത കുട്ടികൾ ഓപ്പറേഷനൊക്കെ ചെയ്താൽ അതിൻ്റെ മയക്കമൊക്കെ മാറുമ്പോൾ വളരെ വേദന അനുഭവപ്പെടുമ്പോൾ അതിന് ബുദ്ധിമുട്ടാളൊക്കെ തോന്നും. അപ്പോൾ അതിന് ശേഷമുള്ള അവസ്ഥകളൊക്കെ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ഊഹിച്ചാൽ കൊള്ളാം. അല്ലാഹു അത്ര ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നമ്മളെ കുടുംബങ്ങളെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുആ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാം ആത്മാർത്ഥമായി ആമീൻ പറയുക. കാര്യം എന്നേക്കാൾ ചിലപ്പോൾ മഹത്വമുള്ള ആളുകളാണ് ഇത് കാണുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ആർക്കാണെന്ന് എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാര്യം ഓരോ മനുഷ്യന്റെ ഈമാനും കൂടിയും കുറഞ്ഞുമാണ് നിൽക്കുന്നത്. അള്ളാഹു ആണ് തീരുമാനിക്കുന്നത്. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അള്ളാഹുവിന് മാത്രം അറിയാം. അത്ര ആളുകളെ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ല ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക. നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി പരിപൂർണമായി യഖീനോടുകൂടി രസമായി വേണം വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ നീങ്ങരുത്. കാര്യം എൻ്റെ റബ്ബ് എന്നെ സ്വീകരിക്കും എന്ന ഉറച്ച യഖീനോടുകൂടി ഈ മജ്ലിസിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. ഇനിയും നിങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാവാനുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഇത് കാണുന്നവർ നിങ്ങളുടെ വിഷമങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് മജ്ലിസിനെ അറിയിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. لا إله إلا الله عرش العظيم. لا إله إلا الله عرش المجيد. لا إله إلا الله ملك الحق المبين. لا إله إلا أنت سبحانك إني كنت من الظالمين. يا أكرم الأكرمين يا ذا الجلال والإكرام. يا حي يا قيوم. കരുണയുള്ള റഹ്മാനെ റഹീമായ അല്ലാഹുവേ, ജബ്ബാറായ അല്ലാഹുവേ, മുസമ്മിലായ അല്ലാഹുവേ, മുതകബ്ബിറായ റഹ്മാനെ, കരുണാവാരിധിയായ അല്ലാഹുവേ, കരുണക്കടലായ റഹ്മാനെ, നിന്റെ സാധുക്കളായ അബ്ദുകൾ നിന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ് റഹ്മാനെ, കായിബാക്കി ഞങ്ങളെ നീ മടക്കല്ലേ നാഥ. ഈ പവിത്രമായ മുഹറം മാസത്തിൽ വെള്ളിയാഴ്ച രാവിൽ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു റഹ്മാനെ, ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനെ, ഞങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. പാപികളും ദോഷികളുമായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ.
എല്ലാ ബലാ മുസീബത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പെട്ടെന്നുണ്ടാവുന്ന അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിനക്ക് ദിക്ർ ചെയ്യാനും നിനക്ക് ശുക്ർ ചെയ്യാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ശിഷ്ടകാലം നിന്റെ താഴത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പൈശാചികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. സിഹിർ സംബന്ധമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ സിഹിറുകളെ നീ ബാത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികമാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ. അല്ലാഹു, എല്ലാ കണ്ണീറിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ. കണ്ണീർ, നാവേറ്, ചെയ്വന, പ്രാഗദോഷങ്ങളിൽ നിന്ന് എപ്പോഴും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാം നീ കാക്കണേ റഹ്മാനെ. മജ്ലിസ് കാണുകയും കേൾക്കുകയും ഇതിനെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, എല്ലാവർക്കും നന്മകൾ വരുത്തണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. ക്യാൻസർ എന്ന മാരക രോഗത്തിൽ നിന്നും നീ കാക്കണേ റഹ്മാനെ. വൃക്ക സംബന്ധമായ രോഗങ്ങളിൽ നിന്നും കാക്കണേ റഹ്മാനെ. ബ്രെയിൻ ട്യൂമർ പോലുള്ള രോഗങ്ങളിൽ നിന്നും കാക്കണേ റഹ്മാനെ. അല്ലാഹു, കീറി മുറിക്കുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാക്കണേ റഹ്മാനെ. മറ്റുള്ളവർക്ക് ബാധിതയായി കിടന്ന് മരിക്കുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾ അവസാനം നല്ല നിലയിലാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ മക്കളെല്ലാം സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ മക്കൾക്ക് നല്ല പഠനമായ ബുദ്ധി കൊടുക്കണേ റഹ്മാനെ. ആത്മീയമായ ബുദ്ധി കൊടുക്കണേ റഹ്മാനെ. ഭൗതിക വിദ്യാഭ്യാസത്തിനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെയൊക്കെ നീ നല്ല സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും ചേർക്കണേ റഹ്മാനെ. നല്ല നിലയിൽ വളർന്നു വരാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ പെൺമക്കളെയും ആൺമക്കളെയും എല്ലാം നീ കാക്കണേ റഹ്മാനെ. അല്ലാഹു, പ്രവാസിയായി ജീവിതം അനുഷ്ഠിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. ഒരാപത്തും ഒരപകടങ്ങളും ഇടനേറുകളും നീ വരുത്തില്ല റഹ്മാനെ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അവരുടെ തൊഴിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഒരു ആപത്തുകളും അപകടങ്ങളും വരുത്തില്ല റഹ്മാനെ. എപ്പോഴും ഞങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട് വിട്ടിറങ്ങുന്ന സാധുക്കളായ നിന്റെ അബദുകളാണ് റഹ്മാനെ. 2 നെറ്റും ബോട്ടിലും ഒക്കെ ഓടുന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സാധുക്കളായ നിന്റെ അബദുകളാണ് റഹ്മാനെ. പെട്ടെന്നുണ്ടാവുന്ന അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു, ഹോസ്പിറ്റലിൽ തോറും കയറിയിറങ്ങുന്ന അവസ്ഥകൾ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നും കാക്കണേ അല്ലാഹ്. ക്യാൻസർ എന്ന രോഗത്തിൽ നിന്നും കാക്കണേ അല്ലാഹ്. ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ടുണ്ടോ അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഗൾഫ് സംബന്ധമായ വിഷയങ്ങൾ നീ പരിഹരിക്കണേ റഹ്മാനെ. വസ്തു സംബന്ധമായി കച്ചവടം നടക്കാതെ കടത്തിലകപ്പെട്ട സഹോദരിമാരുടെ ബുദ്ധിമുട്ട് നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ആ മുതുകിൽ മുഴ വന്നിട്ട് അല്ലാഹു ബുദ്ധിമുട്ടുന്ന സഹോദരികളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റഹ്മാനെ. അതുപോലെ അല്ലാഹുവേ, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാതെ നിൽക്കുന്ന ഒരു 2-3 സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അവർക്ക് നീ അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാനും മാതാവിന് വേണ്ടി ദുആ ചെയ്യാനും വസിയ്യത്ത് ചെയ്യപ്പെട്ട മക്കളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. അവരുടെ മണ്ണറയെ മണിയറയാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ വിരുപ്പുകൾ കൊടുക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെല്ലാം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ കാണുന്ന ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവരെയും ബലാ മുസീബത്തിൽ നിന്നും കാക്കണേ റഹ്മാനെ. അല്ലാഹു, എല്ലാവിധമായ ബലാ മുസീബത്തിൽ നിന്നും കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കില്ല റഹ്മാനെ. കീറി മുറിക്കുന്ന അവസ്ഥകൾ വരുത്തില്ല റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ജീവിച്ചിരിക്കുക ഞങ്ങളെ മക്കൾ ഞങ്ങളിൽ നിന്നും വിട പറയുന്ന ഒരവസ്ഥ വരുത്തില്ല റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ മക്കളെയൊക്കെ നീ കാക്കണേ റഹ്മാനെ. അപകടം നിറഞ്ഞൊരു കാലഘട്ടമാണ് റഹ്മാനെ. എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാടിൽ നീ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ഏർപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അവരുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാ ശൈത്താനിയത്തിന്റെ ഷർറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ.
നൂറാനിയത്തിന്റെ പ്രകാശം ഞങ്ങളെ വീടുകളിലേക്ക് കടത്തിവിടണേ റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ദാരിദ്ര്യം, പട്ടിണി, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കില്ല റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും സമാധാനവും സന്തോഷവും നിലനിർത്തണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ശൈത്താന സാന്നിധ്യം കൂടുതലാണ് റഹ്മാനെ. അത്രമായ അവസ്ഥയിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാർക്ക് യഥാർത്ഥമായ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ശൈത്താനിന്റെ ഷർറുകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ എല്ലാവരും മണ്ണറയിലാണ് റഹ്മാനെ. അവരുടെ മണ്ണറയെ മണിയറയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, എല്ലാവർക്കും നീ നന്മകൾ വരുത്തണേ റഹ്മാനെ. കണ്ണിന് കാഴ്ചയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അവരെ കണ്ണിന് നീ കാഴ്ച കൊടുക്കണേ റഹ്മാനെ. തിമിരത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. പ്രായം കഴിഞ്ഞതിന്റെ പേരിൽ ഓപ്പറേഷൻ ചെയ്യാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അവർക്ക് നീ അർഹമായ കൂലി കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, എല്ലാവർക്കും നന്മകൾ വരുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹു, വീട്ടിൽ നീ ഐശ്വര്യങ്ങൾ ചെയ്യണേ റഹ്മാനെ. അല്ലാഹു, എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു, എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. നാളെ ഹബീബായ നബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കെല്ലാം നന്മകൾ വരുത്തണേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടി മുൻപന്തിയിൽ വരാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ദുആഇക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഈ മുഹറം മാസത്തിൽ നിന്നോട് ചോദിക്കുന്ന റഹ്മാനെ. അല്ലാഹു, മുഹറം മാസം 9ഉം 10ഉം നോമ്പെടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നല്ല ആഫിയത്തോടുകൂടി നോമ്പെടുക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മക്കയിൽ ഹജ്ജിന് പോയിട്ട് വന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിസ്കാരം ഉറപ്രകാരം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ശൈത്താനിന്റെ ഷർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹു, ഹയ്യ് ഹഖ്ഖുൻ, അല്ലാഹു കണ്ണീർ സത്യമാണെന്നാണ് പറഞ്ഞത് റഹ്മാനെ. അല്ലാഹു മുത്തുനബി പഠിപ്പിച്ചത് കണ്ണീർ യാഥാർത്ഥ്യമാണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കും. അല്ലാഹു, എല്ലാ കണ്ണീരും പൈശാചികമാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ. എല്ലാ സിഹർ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസിന് വേണ്ടി ആരെല്ലാം സഹായിക്കുന്നുണ്ടോ അവർക്ക് നീ അർഹമായ പ്രതിഫലം ഈ ദുനിയാവിൽ നിന്നാണ് ആഖിറത്തിലും കൊടുക്കണേ റഹ്മാനെ. എല്ലാ ബലാ മുസീബത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹു, ആരെല്ലാം സഹായിക്കുന്നുണ്ടോ അവർക്കെല്ലാം നീ ഹയർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹു, കണ്ണിന് കുളിർമയേകുന്ന നിലയിൽ അവരുടെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകണേ റഹ്മാനെ. ദാരിദ്ര്യവും പട്ടിണിയും കടങ്ങളും പ്രയാസങ്ങളും കൊണ്ട് പരീക്ഷിക്കില്ല റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കില്ല റഹ്മാനെ. അല്ലാഹു, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെല്ലാം നീ സന്തോഷത്തിന് സമാധാനത്തിന് നയിക്കണം റഹ്മാനെ. അല്ലാഹു, അനുഗ്രഹങ്ങൾ ചെയ്യണേ റഹ്മാനെ. അല്ലാഹു, അനുഗ്രഹങ്ങൾ ചെയ്യണേ റഹ്മാനെ. സോറിയാസിസ്, തുക്കുരോഗം, തൈറോയ്ഡ് അങ്ങനെ പറയപ്പെട്ട ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരുന്ന് കഴിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അവരുടെ മരുന്നിൽ നീ ബർക്കത്ത് ചെയ്യണേ, ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നന്മകൾ വരുത്തണേ റഹ്മാനെ. ഞങ്ങളെ ദുആഇക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും നൽകണേ റഹ്മാനെ. അല്ലാഹു, ദുനിയാവും ആഖിറവും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവരുടെ കുടുംബജീവിതങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹു, കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ. പ്രവാസികളെ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹു, എല്ലാവർക്കും നന്മകൾ വരുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم